Hi all, welcome you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് മെട്രിക്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം മാത്സിന്റെ ഏരിയയിലെ ഏറ്റവും അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത് മാത്സിന്റെ ഏരിയയിലും പഠിക്കാനുണ്ട്, അതേപോലെ സ്റ്റാറ്റിയുടെ ഏരിയയിൽ പഠിക്കാനുണ്ട്, എക്കണോമിക്സിന്റെ ഏരിയയിലും പഠിക്കാനുണ്ട്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെട്രിക്സസ്. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തുക. അതേപോലെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണും പ്ലഗ് ഇൻ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മള് മാത്സിലെ നമ്പേഴ്സ് എഴുതാറുണ്ട് അല്ലെ? ഈ നമ്പേഴ്സിനെ ഒരു റോ ആയിട്ടും കോളമായിട്ടും നമ്മൾ എഴുതുകയാണെങ്കിൽ, അതും ഒരു സ്ക്വയർഡ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുകയാണെങ്കിൽ അതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 2 3 4 ഇങ്ങനെ എഴുതുന്നു അല്ലെ? ഇതിനെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇതാണ് സ്ക്വയർഡ് ബ്രാക്കറ്റ്സ്. 1 2 3 4 ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഇതിനെയാണ് എന്തായി ഉദ്ദേശിക്കുന്നത്? മെട്രിക്സ്. ഇങ്ങനെയും എഴുതാറുണ്ട്, ഇങ്ങനെയും എഴുതാറുണ്ട്, മെട്രിക്സസ് എന്നും പറയാറുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ഫോമിൽ നമുക്ക് കാണാനായി പറ്റും. ഒന്നാമത്തത് റെക്ടാങ്കുലർ മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ആ മെട്രിക്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് റോ, കോളം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഇവ രണ്ടെണ്ണത്തിനെയും നമ്മൾ റോസ് എന്നാണ് വിളിക്കുന്നത്. റോ 1 റോ 2 ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. വെർട്ടിക്കലി വരുന്നതിനെ നമ്മൾ കോളം 1 കോളം 2 ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മള് ഹൊറിസോണ്ടലി വരുന്നതിനെ റോ എന്നും വെർട്ടിക്കലി വരുന്നതിനെ കോളം എന്നും വിളിക്കും. റെക്ടാങ്കുലറിന്റെ സവിശേഷത എന്താണ്? നമുക്കറിയാം, അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അതായത് ഈ ഭാഗവും സെയിം ആയിരിക്കും, ഈ ഭാഗവും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ മെട്രിക്സ് എഴുതുമ്പോ ഏകദേശം ഈ ഒരു ഫോമിലാണ് അതിന്റെ രൂപം ലഭിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണെന്ന് പറയാം. എങ്ങനെയാന്ന് ചോദിച്ചാ, ലെറ്റ് us form a particular matrix form. നമുക്കൊന്ന് ഫോം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് 4 1 5 2 2 1 2 3 8 0 1 3. സോറി, ഇവിടെ നമുക്ക് എത്ര റോ ഉണ്ട്? 1 2 3. അപ്പൊ എത്ര റോ ഉണ്ട്? 3 അല്ലേ? എത്ര കോളം? 1 2 3 4. അപ്പം ഇതൊരു എന്ത് മെട്രിക്സ് ആണെന്ന് ചോദിച്ചാൽ എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 4 കോളം ഉണ്ട്. സോ ഇറ്റ് ഈസ് എ 3/4 മെട്രിക്സ് എന്ന് പറയാം. അതായത് ആദ്യം നമ്മൾ എഴുതുന്നത് റോയും രണ്ടാമത് നമ്മൾ എഴുതുന്നത് കോളവും ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഒരു 3/4 മെട്രിക്സ് ആണെന്ന് നമുക്കിതിനെ പോസ്റ്റുലേറ്റ് ചെയ്യാം. നോക്കിക്കേ, ഒരു റെക്ടാങ്കുലറിന്റെ ഷേപ്പ് തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്? യെസ്. അടുത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സ്ക്വയറിന്റെ സവിശേഷത? എല്ലാ ഭാഗവും സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മളിപ്പം സപ്പോസ് ഒരു മെട്രിക്സ് എഴുതുകയാണ്. ആ മെട്രിക്സ് എഴുതുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എഴുതുവാണ് 2 3 1 0 4 2 1 5 2. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര റോ ഉണ്ട്? 1 2 3. എത്ര കോളം ഉണ്ട്? 1 2 3. അപ്പൊ 3 റോയും ഉണ്ട്, 3 കോളം ഉണ്ട്. സോ ഇറ്റ് ഇസ് എ 3/3 matrix which is of order 3 എന്ന് പറയും. അതായത് നമുക്ക് മുമ്പത്തേലെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 3 ഉം 4 ഉം വരുന്നുണ്ട് അല്ലെ? 3/4 എന്ന് പറയും. ഇവിടെ ആ ഒരു ക്ലസ്റ്റർ ഡിഫിക്കൽറ്റി ഇല്ല, രണ്ടും ഒന്ന് തന്നെയല്ലേ? റോയുടെ നമ്പറും കോളത്തിന്റെ നമ്പറും സെയിം ആണ്.
സോ അതുകൊണ്ട് അതിനെ നമ്മൾ ഒരുമിച്ച് പറയും ഇറ്റ് ഇസ് ഓഫ് ഓർഡർ 3. ഇവിടെ ഓർഡർ ചോദിച്ചു ഇറ്റ് ഇസ് ഓഫ് ഓർഡർ 3/4 എന്ന് പറയും. ഓക്കെ, സ്ക്വയർ കഴിഞ്ഞു. ഇനി റോ മെട്രിക്സ് എന്താ? റോ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ റോ മാത്രം വരിക. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2 3 1 ഇങ്ങനെ മാത്രം വരികയാണെങ്കിൽ, ഒറ്റ റോ, ഇവിടെ ഒരൊറ്റ സിംഗിൾ റോ അല്ലേ ഉള്ളൂ, അങ്ങനെ ഒരൊറ്റ റോ മാത്രം വരികയാണെങ്കിൽ ഫ്രണ്ട്സ് അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ സെയിം തന്നെ അല്ലെ മറ്റേന്റെ. ഒരൊറ്റ കോളം മാത്രം വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് നമുക്ക് ഇവിടെ ബേസിക്കലി നമ്മൾ എടുക്കുമ്പോ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക അല്ലെ, ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിൽ എടുക്കുക. ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 5 0 0 0 7 0 0 0 8. സോ ഡയഗണൽ ആയി വരുന്ന എലിമെന്റ്സ് മാത്രം നമ്പേഴ്സ് ആയിരിക്കും. ഡയഗണൽ ആയി വരുന്ന നമ്പേഴ്സ് മാത്രം എന്തായിരിക്കും? അവ നോർമൽ നമ്പേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ എന്താ? 0 ആയിരിക്കും. ഡയഗണൽ ആയി വരുന്ന എല്ലാം തന്നെ നമ്പേഴ്സ് ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തായി വിളിക്കുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഐഡന്റിറ്റി മെട്രിക്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാം. ഐഡന്റിറ്റി അവിടെ നിൽക്കുന്നത്, നമുക്ക് യൂണിറ്റ് മെട്രിക്സ് എന്ന് തന്നെ പഠിക്കാം തൽക്കാലം. സോറി, യൂണിറ്റ് മെട്രിക്സ് എന്ന് പഠിക്കാം. അപ്പം നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡയഗണൽസ് എല്ലാം 1 ആണെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ 1 1 1. ബാക്കിയുള്ള എല്ലാ എലിമെന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആക്കി ഇട്ട് കൊടുക്കും. നമ്മുടെ ഡയഗണൽ കോമ്പോണൻസ് എല്ലാം 1 ആണ്, ബാക്കിയുള്ള എലിമെന്റ്സ് എല്ലാം 0 ആക്കി ഇട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണലായി വരുന്ന എല്ലാ മെട്രിക്സിന്റെയും വാല്യൂ 1 ആയിരിക്കും. നെക്സ്റ്റ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. അപ്പൊ അവിടെ എന്താ വെച്ചാ എല്ലാ വാല്യൂസും എന്താവാനാ ചാൻസ് ഉള്ളത്? 0 ആവുക ചെയ്യുന്നത്. എല്ലാ വാല്യൂസും 0 ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെ നമ്മൾ എന്തായിട്ടാ വിളിക്കുക? സീറോ മെട്രിക്സ് എന്നുള്ളതായിട്ടാണ് വിളിക്കുന്നത്. സോ ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റെക്ടാങ്കുലർ മെട്രിക്സ്, അടുത്തത് സെയിം ലെവലാണ്, സെയിം ഓർഡർ ആണെങ്കിൽ അതിന് സ്ക്വയർ മെട്രിക്സ്, ഒരൊറ്റ റോ മാത്രം വരികയാണെങ്കിൽ റോ മെട്രിക്സ്, ഒരൊറ്റ കോളം മാത്രം വരികയാണെങ്കിൽ കോളം മെട്രിക്സ്, ഡയഗണൽസ് എല്ലാം നമ്പേഴ്സ് ആയി വരികയാണെങ്കിൽ ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽസ് 1 1 1 വരികയാണെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്, എല്ലാം 0 ആയിട്ട് വരികയാണെങ്കിൽ നൾ മെട്രിക്സ്. അപ്പൊ നമുക്കിനി ഓപ്പറേഷൻസിലേക്ക് കടക്കാം. നമുക്ക് റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പറഞ്ഞുതരാം. നമുക്കിനി ഓപ്പറേഷൻസിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത് അഡീഷൻ ആണ്. സോ ഇവിടെ അഡീഷനിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്. സോ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കൊരു മെട്രിക്സ് തന്നിരിക്കുകയാണ് 1 2 3 4. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 4 5 6 8. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഹൗ ക്യാൻ യു പ്ലോട്ട് ഇറ്റ് ഇസ് ദാറ്റ്? ഒന്നും ചെയ്യണ്ട, എ പ്ലസ് ബി ആണ് കാണാൻ പറഞ്ഞത്. ആഡ് ചെയ്യാൻ അറിയുന്നവരല്ലേ നിങ്ങൾ? ദാറ്റ്സ് എനഫ്. 1 ഉം 4 ഉം ആഡ് ചെയ്യുക. 1 ഉം 4 ഉം ആഡ് ചെയ്താൽ എത്രയാ? 5 ആണ് അല്ലെ. 2 ഉം 5 ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 5 6 7 ആണ്. 3 ഉം 6 ഉം ആഡ് ചെയ്താൽ എത്ര? 9 ആണ്. 4 ഉം 8 ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 12 ആണ്. തീർന്നു. 1 ഉം 4 ഉം ആഡ് ചെയ്യുക 5, 2 ഉം 5 ഉം ആഡ് ചെയ്യുക 7, 3 ഉം 6 ഉം ആഡ് ചെയ്യുക 9, 4 ഉം 8 ഉം ആഡ് ചെയ്യുക. You will get your answer. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. എല്ലാവരും ഇതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ യുവർ മെട്രിക്സ് മെട്രിക്സ് എ 3 minus 5 2 minus 7 0 8 minus 2 4 8. Matrix B minus 3 2 7 minus 8 minus 9 7 1 minus 1 2. ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും പറയാ. എ പ്ലസ് ബി ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. So I hope it is clear for everyone. So thank you.